ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായ കാന്തോട് കാതോരത്തിൻ്റെ ഒരു അടിപൊളി വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷത്തിലേക്ക് പോകാം. അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ ജീവനെയും മീനുവിനെയാണ്. അപ്പോൾ മീനുവിനോട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിക്കുകയാണ്. അപ്പോൾ മീനുവിനോട് ഭയങ്കര അഭിനയം കാഴ്ചവെക്കുകയാണ്. എനിക്ക് അവളെക്കുറിച്ച് ഒരു കാര്യം സംസാരിക്കാൻ താല്പര്യമില്ല, പിന്നെ വേറെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറ. ആഹാ, നല്ല അഭിനയം, കൊള്ളാം, നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞു മീനു. എല്ലാം കാഞ്ചനയും അവളുടെ ഇടയമേയും ചേർന്ന് എന്നോട് പറഞ്ഞു. അതാണ് ഞാൻ താങ്കളെ കാണാൻ വന്നത്. അത് ശരി, അപ്പം എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ വന്നതാണല്ലേ? ഇതാദ്യമേ പറഞ്ഞിരുന്നെങ്കിൽ വെറുതെ എനിക്കങ്ങനെ കള്ളം പറയേണ്ടി വരുമായിരുന്നോ? നിങ്ങളിതിൽ നിന്ന് പിന്മാറണം എന്ന് പറയാനാണ് വന്നത്. വലിയൊരു ദുരന്തത്തിൽ നിന്ന് ഞങ്ങളുടെ കുടുംബത്തെ രക്ഷിക്കണം. എന്ത് ദുരന്തം? അതെ, പിന്നെ ഞാനും കാഞ്ചനയും പിരിയാൻ പറ്റാത്ത അടുപ്പത്തിലാണെന്ന് താൻ വീട്ടിൽ പറയേ. അനിലിനോട് ഈ കല്യാണം നടക്കില്ല എന്നും താൻ പറയേ. അപ്പം പിന്നെ നിശ്ചയിച്ച സമയത്ത് നിശ്ചയിച്ച സ്ഥലത്ത് വച്ച് എന്നെയും കാഞ്ചനയുടെയും വിവാഹം നിങ്ങൾ തന്നെ നടത്തിത്താ എന്ന് പറഞ്ഞു. എന്നാൽ ഒരു ദുരന്തം ഉണ്ടാവില്ല, കളിയാക്കണോ നിങ്ങൾ എന്ന് ചോദിച്ചു. അപ്പം പിന്നെ അത് നടക്കില്ല എന്ന് തന്നെ മീനു ഇങ്ങനെ കട്ടായം പറയുകയാണ്. അതെ, പറഞ്ഞത് മനസ്സിലായില്ലേ നിങ്ങൾക്ക്? നിങ്ങളുടെ പ്രണയവും ബന്ധവും ഒക്കെ എനിക്ക് മനസ്സിലാവും, പക്ഷേ അത് മറ്റുള്ളവരെ ചതിച്ചുകൊണ്ടാവരുത്. കാഞ്ചന ചേച്ചി സമ്മതിച്ചത് കൊണ്ടാണ് അനിലേട്ടനുമായിട്ടുള്ള വിവാഹം നിശ്ചയിച്ചത് തന്നെ. ഒടുക്കം എല്ലാവരെയും വിഡ്ഢികളാക്കുക ചെയ്തത്. നിങ്ങൾ ഭീഷണിപ്പെടുത്തി പറയിപ്പിച്ചതാണോ ചേച്ചിയെ കൊണ്ട് ഇതൊക്കെ? അല്ല, ഒരിക്കലുമല്ല. ഞങ്ങൾ തമ്മിൽ പ്രണയത്തിലാണ്, അതിൽ ഒരു മാറ്റവും വന്നിട്ടില്ല എന്ന് പറഞ്ഞു. നിങ്ങൾ എത്ര സമ്മർദ്ദം ചെലുത്തിയാലും ഞാനും അവളും പിന്മാറാൻ പോകണില്ല എന്ന് പറഞ്ഞു. അനിലുമായിട്ടുള്ള വിവാഹം അതും നടക്കില്ല എന്ന് പറഞ്ഞു. അതെ, അവളുടെ കഴുത്തിൽ താലി കെട്ടുന്നത് ഈ ഞാനായിരിക്കും എന്ന് പറഞ്ഞു. അതെ, നിങ്ങൾ പ്രണയിക്കുന്നതിലോ വിവാഹം കഴിക്കുന്നതിലോ ഒന്നും എനിക്ക് എതിർപ്പില്ല, പക്ഷേ ഇങ്ങനെയൊക്കെ ആയതിലാണ് എനിക്ക് എതിർപ്പ് വന്നിരിക്കുന്നത്. എല്ലാവരെയും ചതിച്ചുകൊണ്ടുള്ള ഈ ഏർപ്പാട് അത് നടക്കില്ല എന്ന് തന്നെ മീനു കട്ടായി ഇങ്ങനെ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇങ്ങനെ എഴുന്നേറ്റു ജീവനും ആ കൂടെ തന്നെ മീനുവിൻ്റെ കൂടെ തന്നെ. എന്ത് ചെയ്യും നീ എന്ന് ചോദിച്ചു. അതെന്തിനു നിങ്ങളോട് പറയണം? നിങ്ങളുടെ ചേച്ചിയുടെയും വിവാഹം അത് നടക്കില്ല എന്ന് പറഞ്ഞു. നിശ്ചയിച്ച സമയത്ത് അനിലേട്ടൻ എന്താണെങ്കിലും ചേച്ചിയുടെ കഴുത്തിൽ താലി കെട്ടിയിരിക്കും. എന്താ, വെല്ലുവിളിയാണോ? അതെ എന്ന് പറഞ്ഞു. ആ ശരി, എങ്കിൽ പിന്നെ അങ്ങനെ തന്നെ നടക്കട്ടെ. എനിക്ക് കാഞ്ചനയെ നഷ്ടപ്പെട്ടാൽ പകരം നിങ്ങളിൽ ഒരാളുടെ ജീവൻ ഞാനത് എടുക്കും ഞാൻ എന്ന് പറഞ്ഞു. മീനുവിന് ഷോക്കായി കേട്ടോ. ഇതൊക്കെ വെറും കളിവാക്കല്ല. ആരാണെന്ന് അറിയാൻ നിനക്ക് ആകാംക്ഷയുണ്ടെങ്കിൽ അത് ഞാൻ പറയാം. എൻ്റെ ആഗ്രഹം നടന്നില്ലെങ്കിൽ നിൻ്റെ അമ്മായിയമ്മ പ്രഭാവതി അമ്മയെ ഞാൻ കൊല്ലും എന്ന് പറഞ്ഞു. അതോടെ മീനുവിന് ആകെ ചങ്കിടിപ്പ് കൂടിയിട്ടോ. ദേ, വീണ്ടും ജയിലിൽ പോകാനായിട്ട് എനിക്ക് ഒരു മടിയില്ല. ഇപ്പം നീ അമ്മയെ പോലെ കാണുന്ന ആ അമ്മായിയമ്മയെ ജീവനോടെ നിനക്ക് വേണമെങ്കിൽ അനിലിൻ്റെയും കാഞ്ചനയുടെയും വിവാഹം നടത്താതിരിക്കുക, മനസ്സിലായോ? ചെന്ന് പറ നീ എല്ലാവരോടും എന്ന് പറഞ്ഞു. ഈ വിവാഹം ഒരിക്കലും ഒഴിവാക്കണം എന്ന് പറ, നടക്കില്ല എന്ന് പറ. കാഞ്ചനയെ എനിക്ക് തന്നേക്ക്. അതെ, കൊല്ലും എന്ന് ഞാൻ പറഞ്ഞാൽ ഞാൻ ചിലപ്പോൾ കൊന്നിരിക്കും, മനസ്സിലായോ? താൻ ചെല്ല് എന്ന് പറഞ്ഞു മീനുവിനോട്. അപ്പോൾ മീനു കുറച്ച് നേരം അവിടെ നിന്നിട്ട് മീനു ആകെ പേടിച്ച് പോയി ശരിക്കും. എന്നിട്ട് മീനു പതുക്കെ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോവാണ്. പിന്നെ കാണുന്നത് നമ്മുടെ പ്രഭാവതി അമ്മേനെയാണ്. ആളെന്തോ തുന്നിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ അർജുൻ അങ്ങോട്ടേക്ക് വരുന്നത്. അർജുൻ ഭയങ്കര ഹാപ്പി ആയിട്ടോ വരുന്നത്. ഓടി വന്നു അമ്മയുടെ തലയിലൊക്കെ ഒന്ന് തൂത്തിട്ട്, ആഹാ, ഇതെന്താ അമ്മക്കുട്ടി, നല്ല തുന്നൽ പരിപാടിയാണല്ലോ, കീറിപ്പോയടാ. വിഷമിക്കണ്ട കേട്ടോ, അമ്മയ്ക്ക് 4 പുതിയ ബ്ലൗസ് വാങ്ങിത്തരാം കേട്ടോ, ഹാപ്പി ആയിട്ടിരിക്കും കേട്ടോ, ഒറ്റ കുത്ത് വെച്ച് തരും എന്ന് പറഞ്ഞു. അപ്പോൾ പ്രഭാവതി അമ്മയ്ക്ക് ഭയങ്കര സന്തോഷം കേട്ടോ, ഇത്രയും ഹാപ്പി ആയിട്ട് ഇരിക്കുകയാണ് ആൾ. അപ്പോൾ ഈ സമയത്ത് മീനു എന്ന് വിളിച്ച് അർജുനകത്തേക്ക് കയറിപ്പോയി. എന്നിട്ട് തിരിച്ചു വന്നു. അമ്മേ, മീനു ഇവിടെ? അവൾ മുറിയിലില്ലേ മോനെ? മുറി കാണുന്നില്ല. സ്കൂളിൽ നിന്ന് വന്നില്ലേ? ആ വന്നിരുന്നു, ഞാൻ സംസാരിച്ചല്ലേ അവളോട് എന്ന് പറഞ്ഞു. പിന്നെ ഇത് അവളെവിടെ പോയി? നീ ആ ഫോണിലൊന്ന് വിളിച്ച് നോക്ക്. ആ എന്ന് പറഞ്ഞു വേഗം തന്നെ ഫോൺ എടുക്കുകയാണ്. ഫോൺ എടുത്ത് വിളിക്കാൻ തുടങ്ങിയപ്പോൾ മീനു ദേണ്ട അങ്ങോട്ടേക്ക് വരിക കേട്ടോ. മോനെ, ദേ മീനു എന്ന് പറഞ്ഞു. അപ്പോൾ ആണാകെ മുഖമൊക്കെ ഭയങ്കര വല്ലാതെയൊക്കെയാണ് കയറി വരണത്. നീ ഇതെവിടെ പോയതാ? അല്ല, അത് പിന്നെ ഞാൻ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു ടീച്ചറെ കാണാൻ പോയതാ എന്ന് പറഞ്ഞു. സുഖമില്ല അവർക്ക്, അതുകൊണ്ടാണ് കുറച്ച് ദിവസമായിട്ട് ലീവാ. ഒന്ന് പറഞ്ഞിട്ട് പോവായിരുന്നില്ലേ? കൂടെ വേറൊരു ടീച്ചറൂടെ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ്. അവർ വിളിച്ചപ്പോൾ പെട്ടെന്ന് ഞാനങ്ങ് ഇറങ്ങിപ്പോയി, മറന്നു പോയതാ എന്ന് പറഞ്ഞു. അതാണോ മുഖത്തൊരു വാട്ടം സംഭവിച്ചത്? കൂടെ ജോലി ചെയ്ത ടീച്ചർക്ക് അസുഖം വന്നപ്പോൾ ഇങ്ങനെ
അപ്പം നമുക്കൊക്കെ വന്നാൽ എന്തായിരിക്കും എന്ന് ചോദിക്കുകയാണ് പ്രഭാവതി അമ്മ. കാരണം അമ്മയുടെ അരികത്ത് തന്നെ കാവലിരിക്കും ഇവള്. എങ്ങനെയാണ് അവളുടെ സ്വഭാവം. അന്നൊരു മീനുവിനെ ചേർത്ത് പിടിച്ചിട്ട്, ഇത്രയും നാളെ നിൻ്റെ സ്നേഹം അറിയാതെ പോയല്ലോ ഈ അമ്മ. അത് സാരില്ല കേട്ടോ, ഇപ്പം അതിൻ്റെ ഇരട്ടി അറിയുന്നുണ്ടല്ലോ, ഒന്ന് പോടാ അവിടെ എന്ന് പറഞ്ഞു. അപ്പം മീനുവിന് പിന്നെയും ആകെ ഒരു വിഷമവും പ്രയാസവും ഒക്കെ ഉണ്ട്. മുഖം കാണുമ്പോൾ തന്നെ അറിയാം. അല്ല ഇപ്പോൾ ഒന്ന് ചിരിക്കണ്ട മീനു, നീ എന്താ ഇങ്ങനെ നിൽക്കുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ ഒന്ന് വല്ലാത്ത ചിരി ചിരിച്ചു കേട്ടോ. ടീച്ചറിന് വേറെ കുഴപ്പമില്ലല്ലോ? ഇല്ല. പിന്നെ എന്താ മോക്കൊരു വിഷമമൊന്നുമില്ല, പക്ഷേ ചെറിയൊരു തലവേദനയുണ്ട്, അതാ. വേണമെങ്കിൽ താൻ കുറച്ച് നേരം ഒന്ന് ഉറങ്ങുക, അപ്പോൾ തലവേദന മാറും, ഇങ്ങ് വാ എന്ന് പറഞ്ഞു. ചെല്ല് എന്ന് പറഞ്ഞ് അപ്പോൾ അർജുൻ്റെ കൂടെ പറഞ്ഞു വിട്ടിട്ട് വീണ്ടും പ്രഭാവതി അമ്മ തുന്നാനിരുന്നു കേട്ടോ. അപ്പം മീനു പുറകെ കയറിപ്പോയിട്ട് പകുതി വഴി ചെന്നിട്ട് പ്രഭാവതി അമ്മയെ നോക്കി ഇങ്ങനെ നിൽക്കുകയാണ് ആൾ. അപ്പോൾ നമ്മുടെ ജീവൻ പറഞ്ഞ കാര്യങ്ങളാണ് മനസ്സിലേക്ക് ഓടി വന്നത്. അതേ, കാഞ്ചനയായിട്ടുള്ള വിവാഹം നടന്നില്ലെങ്കിൽ നിങ്ങളിലൊരാളെ കൊല്ലും ഞാൻ, നിൻ്റെ അമ്മായിയമ്മ പ്രഭാവതിയെ കൊല്ലും എന്നാണ് അവൻ പറഞ്ഞത്. അത് ഓർത്ത് നോക്കി നിന്നിട്ട് കരയാണ് മീനു കേട്ടോ. എന്താ മോളെ, എന്താ പറ്റിയ നിനക്ക് എന്ന് പറഞ്ഞു. അപ്പോൾ വേഗം വീണ്ടും പ്രഭാവതി എഴുന്നേറ്റു കേട്ടോ. എന്ത് പറ്റി നിനക്ക് എന്ന് ചോദിച്ചു. നല്ല തലവേദനയുണ്ടോ എന്ന് ചോദിച്ചു. എന്ന് പറഞ്ഞു. സാരമില്ല കേട്ടോ, അടുക്കളയിലേക്കൊന്നും മോള് വരികയേ വേണ്ട, ആ ഭാഗം ഈ അമ്മ നോക്കിക്കോളാട്ടോ, മോള് ചെന്ന് വിശ്രമിക്കാം, അമ്മേ നല്ല കടുപ്പത്തിലൊരു ചായ ഉണ്ടാക്കി തരാം, ഓക്കെ എന്ന് പറഞ്ഞു. ശരി എന്ന് പറഞ്ഞ് പ്രഭാവതി അങ്ങ് പോയി. പക്ഷെ മീനുവിന് പ്രഭാവതിക്ക് എന്തെങ്കിലും പറ്റുമോ എന്നുള്ള പേടിയാണ് ഉള്ളു നിറച്ച് കേട്ടോ. പിന്നെ കാണുന്നത് ദേണ്ട നമ്മുടെ മീനുവിൻ്റെയും ഇവരുടെ വീട്ടിലേക്ക് പുതിയൊരു അതിഥി എത്തുകയാണ്. മറ്റാരുമല്ല, നമ്മുടെ ലച്ചുവാണ് എത്തുന്നത്. അപ്പോൾ ദേണ്ട കയറി വന്നപ്പോൾ പ്രഭാവതി അമ്മ എന്തോ വായനയിലാണ്. ലച്ചു പതുക്കെ കള്ളനെ പോലെ പതിയെ വന്ന് പ്രഭാവതിയുടെ കണ്ണ് പൊത്തുകയാണ്. പ്രഭാവതി കൈ ഇങ്ങനെ തൊട്ട് നോക്കിയിട്ട് ലച്ചുമോളെ എന്ന് വിളിച്ചു കേട്ടോ. എന്നിട്ട് വേഗം ചാടി എഴുന്നേറ്റു. അയ്യോ, എത്ര നാളായിടി നിന്നെ ഒന്ന് കണ്ടിട്ട്, നീ ഈ വഴിയൊക്കെ മറന്നോ? നിനക്കെന്താ ഒന്ന് വന്നാൽ എന്നൊക്കെ ചോദിക്കുകയാണ്. ഞങ്ങളെ വിട്ട് നിൽക്കാൻ ഒരു കുഴപ്പമില്ല, കൂട്ടുകാരെ വിട്ട് നിൽക്കാൻ നിനക്ക് പറ്റില്ല അല്ലേ? അതുകൊണ്ടല്ലമ്മേ, അവിടെ ആവുമ്പോൾ എന്താണെങ്കിലും എൻ്റെ പഠിത്തം നന്നായി പോവും, ഇവിടെ നിന്നാൽ ഞാൻ ഉഴപ്പും, അതാ. പിന്നെ മഹിയേട്ടാ, അച്ഛാ, ദേ എല്ലാവരും ഒന്ന് വന്നേ, ഇതാരാ വന്നിരിക്കുന്നതെന്ന് നോക്കിയേ. അപ്പോൾ എല്ലാവരും വെപ്രാളം പിടിച്ച് വരികയാണ്. അപ്പോൾ കാഞ്ചനയും നമ്മുടെ അച്ഛനും മുത്തശ്ശനും അർജുനും ഗൗതവും അഖിലയും മീനും എല്ലാവരും ഓടി വന്നു കേട്ടോ. ആഹാ അച്ഛാ എന്ന് വിളിച്ചു. കാഞ്ചനയുടെ കല്യാണം പ്രമാണിച്ചെങ്കിലും നീ വന്നല്ലോ, നീ എപ്പോഴാണ് തിരിച്ചു പോണത് എന്ന് ചോദിച്ചു അർജുൻ. വന്ന് കയറിയോടാ, അപ്പം തന്നെ അവൻ എപ്പോഴാണ് പോകണമെന്നാണ് ചോദിക്കുന്നത് എന്ന് ചോദിച്ചു മുത്തശ്ശൻ. കല്യാണം കഴിയുന്നതിൻ്റെ പിറ്റേ ദിവസം തന്നെ പോകണം, എനിക്ക് എക്സാം ഉണ്ട്. ഓ, യാത്രയൊക്കെ സുഖമായിരുന്നോ എന്ന് ചോദിച്ചു നമ്മുടെ അഖില. അപ്പോൾ പിന്നെ ഇവള് ലണ്ടനിൽ നിന്നല്ലേ വരുന്നത് എന്ന് ഗൗതത്തിൻ്റെ ഒരു കമൻറ്റും. അപ്പം നോക്കിയിട്ട് സുഖമായിരുന്നു ചേച്ചി എന്ന് പറഞ്ഞു. അല്ല കാഞ്ചന ചേച്ചി നന്നായിട്ടുണ്ടല്ലോ, ഇപ്പോഴേ മേക്കപ്പൊക്കെ തുടങ്ങിയോ എന്ന് ചോദിച്ചു. പോടി അവിടെ നിന്ന് കളിയാക്കാതെ എന്ന് പറഞ്ഞു. അപ്പം മീനു ആകെ ഡെസ്പായിട്ട് നിൽക്കുക. അല്ല മീനു ചേച്ചി എന്താ പറയാത്തത്? ഇങ്ങനെ ആയിരുന്നില്ലല്ലോ ചേച്ചി, എന്ത് പറ്റി? എന്ത് പറയാനല്ലോ, നിനക്ക് സുഖം തന്നെയല്ലേ? സുഖം, നന്നായിരിക്കണം. അമ്മേ എനിക്ക് നല്ല വിശപ്പുണ്ട്, എനിക്ക് കഴിക്കാൻ എന്തെങ്കിലും തന്നേ, പോയി കുളിച്ചിട്ട് വാടി, യാത്രയൊക്കെ കഴിഞ്ഞ് വന്നതല്ലേ. ഇതാ ഞാൻ വീട്ടിലേക്ക് വരാത്തത്. ഇവിടെ വന്നാൽ കുളിക്കണം, പല്ല് തേക്കണം, എന്തൊക്കെ നിബന്ധനകളാണ് എൻ്റെ അമ്മോ. അപ്പോൾ ഇവരെല്ലാവരും കൂടെ ചിരിച്ചു വിട്ട. അപ്പോൾ ലച്ചു വേഗം ബാഗും എടുത്ത് അകത്തേക്ക് പോവാണ്. അല്ല അത് ശരി, അപ്പോൾ ഇവള് അവിടെ ഇതൊന്നും ചെയ്യാറില്ലേ എന്ന് ചോദിക്കുകയാണ് മുത്തശ്ശൻ. അവൾ വെറും തമാശ പറഞ്ഞതല്ലേ മുത്തശ്ശ എന്ന് ചോദിച്ചു നമ്മുടെ അർജുൻ. അപ്പോൾ അവൾ പറഞ്ഞത് തമാശ അല്ലെങ്കിൽ ഈ അവളുടെ പഠിത്തം ഇനി ഈ നാട്ടിൽ ഇവിടെ ആയിരുന്നേനെ അല്ലേ എന്ന് ചോദിച്ചു. ഇവരെല്ലാവരും കൂടെ തമാശയൊക്കെ പറഞ്ഞ് ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നേരെ എല്ലാവരും അങ്ങോട്ടേക്കൊക്കെ പോയി. അപ്പോൾ പ്രഭാവതിയും പോയി. എന്നാലും മീനിൻ്റെ ഉള്ളിൽ ഭയങ്കര വേവലാതിയും ആകുലതയാണ് കേട്ടോ. പിന്നെ കാണുന്നത് മോഹിനിനെയാണ്. അപ്പോൾ മോഹിനിയുടെ ഫോണിലേക്ക് ജീവൻ വിളിക്കുകയാണ് കേട്ടോ. എന്തിനാണാവോ ചേച്ചി ആ വീട്ടിൽ കയറി പറ്റിയത് എന്ന് ചോദിച്ചു. എന്താടാ നിനക്ക്, എന്തിനാണെന്ന് നിനക്കറിയാവുന്നതല്ലേ, പിന്നെന്താ? ഒരു കാര്യമില്ല കേട്ടോ. എന്നാൽ കേട്ടോ, നടക്കുന്നതൊന്നും ചേച്ചി അറിയണില്ല. ഞാൻ അറിയണമെങ്കിൽ എന്തെങ്കിലും നടക്കണ്ടേ? മറ്റന്നാൾ കാഞ്ചനയുടെ കല്യാണം, അതറിയോ ചേച്ചിക്ക്? മറ്റന്നാളോ എന്ന് ചോദിച്ചു. ഞെട്ടിപ്പോയി നമ്മുടെ മോഹിനി. അപ്പോൾ ഇത് അവരെല്ലാവരും മറച്ചു വെച്ചിരിക്കുകയാണല്ലോ. എടാ കാഞ്ചനയുടെ കല്യാണമോ? ആ അതെ. എടാ അവളപ്പം നിന്നെ ചതിച്ചോ? ഇല്ല,
ഒരിക്കലുമില്ല, അവളെ ഞാൻ തന്നെ കിട്ടും എന്ന് പറഞ്ഞു. പിന്നെ അവളുടെ നിശ്ചയിച്ച വിവാഹം ഒരിക്കലും നടക്കില്ല. എടാ നീ എന്തൊക്കെയാടാ ഈ പറയണത് എന്ന് ചോദിച്ചു. ഈ സമയത്താണ് രാജേന്ദ്രനും മാളും അങ്ങോട്ട് വരുന്നത്. അതെ പിന്നെ വിളിക്കോ, ഏട്ടൻ വരുന്നു എന്ന് പറഞ്ഞ് വേഗം തന്നെ ഫോൺ കട്ടാക്കി മോഹിനി. വേഗം വന്നിട്ട് അതെ ആരായിരുന്നു ഫോണിൽ എന്ന് ചോദിച്ചു. അത് പിന്നെ എൻ്റെ അയൽപക്കത്തെ ഒരു സ്ത്രീ ആയിട്ടാ, കുറേയായി എന്നെ കാണാഞ്ഞിട്ട് വിളിച്ചതാ. അപ്പോൾ മാലൂനും ഇവർക്കൊരു സംശയമുണ്ട് കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ ഒന്ന് തിരിഞ്ഞു നോക്കുന്നുമുണ്ട് പോകുന്ന വഴിക്ക്. അയൽപക്കത്തെ സ്ത്രീ വിളിക്കുന്നു, ഇവൾ അവിടെ ഇല്ലാത്തത് കൊണ്ട് അവരൊക്കെ സന്തോഷിക്കായിരിക്കും. മാലു, അല്ല എന്തോ ഒരു കള്ളക്കളി ഉണ്ട് എന്ന് തോന്നുന്നു. അവളുടെ മുഖഭാവം ശ്രദ്ധിച്ചില്ലേ എന്ന് ചോദിച്ചു. കാഞ്ചനയുടെ കല്യാണം നടക്കുന്ന കാര്യമൊന്നും അവൾ അറിഞ്ഞില്ലല്ലോ അല്ലേ? അതൊന്നും അറിഞ്ഞില്ല. എന്തായാലും അറിയും. ഏതായാലും നമ്മളായിട്ട് അത് പറയാൻ നിൽക്കണ്ട എന്ന് പറഞ്ഞു. ശരി എന്ന് പറഞ്ഞ് ഇവരിങ്ങനെ തലയലത്തി കേട്ടോ. അപ്പം മാലുവിനും എന്നാലും ഒരു ടെൻഷനുണ്ട്. പിന്നെ കാണും നമ്മുടെ അർജുനെയും മീനുവിനെയാണ്. അപ്പോൾ കുറേ നേരമായിട്ട് മീനുവിന് ഉറക്കമില്ല, അർജുൻ നല്ല ഉറക്കത്തിലാണ്. അപ്പോൾ നോക്കി എന്നിട്ട് എഴുന്നേറ്റിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അർജുൻ തിരിഞ്ഞ് കിടന്ന് നോക്കിയപ്പോൾ തപ്പി നോക്കിയപ്പോഴത്തേനും മീനുവിനെ കാണുന്നില്ല. എന്താ മീനു, നീ എന്താ ഉറങ്ങിയില്ല ഇതുവരെ? എന്താണെന്നറിയില്ല, എനിക്ക് ഉറക്കം വരണില്ല എന്ന് പറഞ്ഞു. ഞാൻ ഇന്ന് അമ്മയുടെ അടുത്ത് പോയി കിടന്നോട്ടെ. എന്താ ഇപ്പം അങ്ങനെ തോന്നാൻ കാരണം? ഞാൻ കിടന്നോട്ടെ, അതിനെന്താ, നീ പോയി കിടന്നോ. വേഗം തന്നെ മീനു എഴുന്നേറ്റ് നേരെ പ്രഭാവതിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് കേട്ടോ. അപ്പോൾ പ്രഭാവതി നല്ല ഉറക്കത്തിലാണ്. ആൾ പതുക്കെ അടുത്ത് ചെന്നിട്ട് കയറി കിടന്നു. എന്നിട്ട് കെട്ടിപ്പിടിച്ച് കിടക്കണം. അപ്പോൾ പ്രഭാവതി തിരിഞ്ഞു നോക്കിയപ്പോൾ മീനു വേഗം എഴുന്നേറ്റു. എന്താ മോളെ, എന്താ? മീനു കരയാട്ടോ. എന്തിനാ മോൾ കരയണത് എന്ന് ചോദിച്ചു. ഒന്നുമില്ല, ഇന്ന് അമ്മയുടെ അടുത്ത് കിടക്കണമെന്ന് തോന്നി. എന്ത് പറ്റി നിനക്ക്? നീ എന്തിനാ കരയുന്നുണ്ടല്ലോ നീ? എന്താ നിനക്ക് എന്ന് ചോദിച്ചു. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ മോളെ? ഇല്ല. അർജുനുമായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? ഇല്ല. എന്ന് ഒരു പ്രശ്നം ഉണ്ടായില്ലമ്മേ. എനിക്ക് അമ്മയുടെ കൂടെ കിടക്കണം അത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ വന്നു, അത്രയേ ഉള്ളൂ. ശരി, എന്നാ വാ നമുക്ക് ഒരുമിച്ചെടുക്കാം. എന്തായാലും എനിക്ക് സന്തോഷമായി എന്ന് പറഞ്ഞ് മീനുവിനെയും കെട്ടിപ്പിടിച്ച് നമ്മുടെ പ്രഭാവതി കിടന്നു കേട്ടോ. പിന്നെ കാണുന്ന ജീവനെയാണ്. അപ്പോൾ ജീവൻ്റെ 2 ശിങ്കിടികളും വന്നിട്ടുണ്ട്. അപ്പോൾ ഇവരുടെ കയ്യിലേക്ക് ഒരു ഗണ്ണെടുത്ത് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. ആദ്യം ഒരു ഡ്യൂട്ടി ഉള്ളൂ, ഇപ്പം 2 അല്ലേ ജീവ എന്ന് ചോദിച്ചു. അതെ, അത് തന്നെ. കേറ്ററിംഗ് ജീവനക്കാരുടെ കൂടെ നിങ്ങൾ 2 പേരും അവിടെ കയറി ചെല്ലുക. പിന്നീടെല്ലാം ഞാൻ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളെ അവിടെ സഹായിക്കാനായിട്ട് ഞാൻ ഒരാളെ കൂടി അവിടെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് അല്ല, മീനു പ്രശ്നം ഉണ്ടാക്കുമോ? പ്രശ്നം ഉണ്ടാക്കില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ ഇനി പ്രശ്നം ഉണ്ടാക്കിയാൽ അമ്മായിയമ്മയുടെ ജീവൻ നഷ്ടമാകുന്നുള്ള ഭയം അവക്കുണ്ടാവും എന്താണെങ്കിലും. പിന്നെ ഒരു കാര്യം നിങ്ങൾ കണ്ടോ, ചിലപ്പോൾ കാഞ്ചനയെ നിങ്ങളുടെ അടുത്തെത്തിക്കുന്നത് മീനു തന്നെ ആയിരിക്കാൻ വഴിയുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയാണ്. പിന്നെ അവളുടെ വായ അടപ്പിച്ച് വെച്ചിരിക്കുക ഞാൻ. എന്തെങ്കിലും സൂത്രം ഉപയോഗിച്ച് അവളും വീട്ടുകാരും കാഞ്ചനയെ തടഞ്ഞാൽ തീർക്കണം ആ പ്രഭാവതി അമ്മയെ. അതൊക്കെ ഞങ്ങളേറ്റുന്നേ, ധൈര്യമായിട്ടിരിക്കുക. അതൊന്നും വേണ്ടി വരില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഒരു തടസ്സം ഉണ്ടാവാതിരിക്കട്ടെ. ഒരു തടസ്സം ഉണ്ടാവില്ല. വട്ടപാത്രത്തിൽ ഒളിപ്പിച്ച് ഇന്ന് രാത്രി തന്നെ കാഞ്ചനയെ ഇവിടെ എത്തിക്കണം. ഞാനിവിടെ കാത്തിരിക്കും. നിങ്ങൾക്ക് എന്ത് വേണമെന്ന് നിങ്ങൾ പറഞ്ഞാൽ മതി, അത് ഞാൻ എത്തിച്ചു തരാം എന്ന് പറഞ്ഞു. അപ്പോൾ ഇവന്മാരിങ്ങനെ നോക്കുകയാണ്. പേടിക്കണ്ട, ഇതേ പണ്ടത്തെ ആ പാൽക്കാരം ജീവനല്ലിത്. ജയിലിൽ കിടന്ന് ജീവനാകെ മാറിപ്പോയി എന്നൊക്കെ പറഞ്ഞിങ്ങനെ നിൽക്കുന്നു. അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ്. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. തൊട്ടടുത്ത് ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാനിടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. പുതുപുത്തൻ വിശേഷമായിട്ട് എത്താം. ബൈ ആൻഡ് സീ യു അഗെയിൻ.